പത്തരമാറ്റിന്റെ കിടില എപ്പിസോഡിലേക്ക് എല്ലാവരും ഡേവിഡും നാഗേന്ദ്രനും അനഘയുടെ അടുത്ത് ചെന്നിട്ട് നിന്നെ രക്ഷിക്കാവുന്ന രീതിയിലെല്ലാം സംസാരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഡേവിഡിന്റെയും നാഗേന്ദ്രന്റെയും സംസാരത്തിൽ അനഘയ്ക്ക് സംശയം തോന്നുകയാണ്. തന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചിന്ത അനഘയുടെ മനസ്സിൽ വരികയാണ്. ആ സമയത്ത് അനഘയെ പരിചരിക്കുന്ന പെണ്ണ് അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആരാ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട, നീ നിന്റെ ജോലി ചെയ്താൽ മതി എന്ന് നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അതേസമയം ഡേവിഡ് നാഗേന്ദ്രൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഫോളോ ചെയ്യുകയായിരുന്നു ആദർശ് നയനയും. അങ്ങനെ ആ സമയത്ത് ഡേവിഡിനെയും നാഗേന്ദ്രനെയും ഫോളോ ചെയ്തിട്ട് ആദർശ് നയനി അവിടെ എത്തുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ അനഘയോട് സംസാരിക്കുന്നത് ആദർശ് നയനയെ മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അനഘയെ ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? അബിയുടെ അച്ഛനാണ്. അതറിയാവുന്ന ഒരാൾ നീ മാത്രമാണ്. നിന്റെ ജീവിതം എന്തായാലും കിടക്കയിൽ തന്നെ അവസാനിക്കും. നീ എന്തായാലും സംസാരിക്കുന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നീ സത്യങ്ങൾ അറിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. എൻ്റെ മകൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നീ കാരണമാണ്. എൻ്റെ മകൻ്റെ സമാധാനം പോയിട്ട് നീ സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ട. നിന്റെ അസുഖം ഭേദമായി വരികയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിന്റെ അസുഖം പൂർണ്ണമായി മാറി നീ പൂർണ്ണ ആരോഗ്യവതിയായാൽ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും. നവ്യ അറിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ. അബി നവ്യയുടെ ഭർത്താവായത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശി അവനെ പുറത്താക്കാതെ അനന്തപുരിയിൽ തന്നെ നിർത്തിയത്. എന്നാൽ അബി ഇത്രയും വലിയ തെറ്റ് ചെയ്തു എന്ന് നവ്യ അറിഞ്ഞാൽ മുത്തശ്ശൻ നവ്യ അവനെ പുറത്താക്കും. പിന്നെ അബിക്ക് സ്വത്തുക്കളിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടി ഇനി നിനക്ക് ആയുസിട്ടാൽ അത് എനിക്ക് എൻ്റെ മകന് അപകടമാണ്. നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, ഇവിടെ ഇനി ജീവിക്കാൻ അർഹതയില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറയുകയാണ് നാഗേന്ദ്രൻ. അങ്ങനെ ഡേവിഡ് അടുത്തിരുന്ന തരണയെ എടുത്തിട്ട് അനഘയുടെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. അത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് നയനയും ആദർശും. അങ്ങനെ ഡേവിഡ് അനഘയെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് നയനയും ആദർശം അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആദർശ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എടാ നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ എന്താ കരുതിയേ എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കാമെന്നോ? ഇത്രയും ക്രൂരത ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ആദർശ്. അങ്ങനെ ആദർശ് ദേഷ്യത്തോടു കൂടി നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളാണല്ലേ അബിയുടെ അച്ഛൻ? ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏഞ്ചുലറിയുടെ യഥാർത്ഥ MD നിങ്ങളാണല്ലേ? ജ്വല്ലറി വർഷങ്ങളായി നശിപ്പിക്കാൻ നോക്കുന്ന ആൾ നിങ്ങളല്ലേ? നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് മുത്തശ്ശൻ നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നു. മകനെ രക്ഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അനഘയെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. നിങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഏഞ്ചലറി വലിയ രാജാവായി വാഴാൻ നോക്കണ്ട എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ ഒരു ഗത്യന്തരമില്ലാതെ നാഗേന്ദ്രൻ ഡേവിഡോ ആദർശിനോട് മാപ്പ് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ എന്തൊക്കെ പറയേണ്ട കാര്യമില്ല, ഇനിയും പാവ പിടിച്ച പെൺകുട്ടിയെ കൊല്ലാൻ നോക്കും. അങ്ങനെ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ആദർശ്. അങ്ങനെ ഡേവിഡിനെ നാഗേന്ദ്രനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്.